ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു ലഞ്ച് വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഉച്ചക്കത്തേക്കുള്ള ചോറ് ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വെച്ച് പകുതിയോളം വെന്തിട്ടുണ്ട്. ബീട്രൂട്ട് പച്ചടിക്കുള്ള ബീട്രൂട്ട് വേവിക്കാനായിട്ട് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ബീട്രൂട്ട് തോരനുള്ളതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം പച്ചടിയുടെ റെഡിയായിട്ടുണ്ട്. അത് ബീട്രൂട്ട് പച്ചടിക്കുള്ളത് റെഡിയാക്കി. പിന്നെ തേങ്ങ 3 ഐറ്റം മീൻകറിക്ക് ബീട്രൂട്ട് തോരന് ഇതിനും കൂടെ ചിരണ്ടി ഞാൻ വെച്ചിട്ടുണ്ട്. ബീട്രൂട്ട് പച്ചടി, ബീട്രൂട്ട് തോരൻ, മീൻകറി എല്ലാത്തിനും കൂടെ ചിരണ്ടി വെച്ചിട്ടുണ്ട്. പച്ചടി റെഡിയായി. ബീട്രൂട്ട് പച്ചടി ഏകദേശം ആയിട്ടുണ്ട്. ബീട്രൂട്ട് തോരനുമായിട്ടുണ്ട്. മീൻകറി ഏകദേശം തിളച്ചിട്ടുണ്ട്. മീൻകറിക്കുള്ള തക്കാളി, കുടംപുളി, പച്ചമുളക് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടി എല്ലാം ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മീൻ തിളച്ച് മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കുവാണ്. അത് കഴിഞ്ഞ് നല്ലോണം തിളച്ച് പറ്റണം. ചോറ് ഏകദേശം വെന്തിട്ടുണ്ട്. അതിലോട്ട് ഉപ്പൊക്കെ ഇട്ട് ഞാൻ ഇതാക്കി വെച്ചിട്ടുണ്ട്. അത് വടിച്ചിട്ടിട്ടുണ്ട്. മീൻ കറി തിളച്ച് പറ്റിയിട്ടുണ്ട്. ഇനി അത് താളിച്ചാൽ മാത്രം മതി. ഞങ്ങൾ താളിക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ഉലുവായും ഉള്ളിയും കൂടി ഇട്ട് അരിഞ്ഞ് അത് താളിച്ച് കൊടുക്കുകയാണ്. മീൻകറിയിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് ആ ചീനച്ചട്ടിയിലോട്ട് തന്നെ നമ്മൾ എണ്ണ ഒഴിച്ച് മീൻ പൊരിക്കേണ്ടതാണ്. പരമാവധി എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. എന്തായാലും ചോറായി, പിന്നെ തോരനായി, പച്ചടിയായി, മീൻ കറിയായി, ഫിഷ് ഫ്രൈ ആയി, മീനും പൊരിച്ചു, പച്ചടിയായി, പപ്പടവും കൂടെ പൊരിക്കണമെന്നുണ്ട്. പപ്പടം പൊരിക്കുവാണ്. അത് കഴിഞ്ഞ് ഞാൻ ചോറുണ്ണാൻ എടുക്കുകയാണ്. എല്ലാവരും എന്നെ പരമാവധി സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.